മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഹരിയാനയിലെ കൊലപാതക പരമ്പരയിൽ പുതിയ സംശയമായി പൂനത്തിന്റെ ബന്ധു പോലീസിനെ സമീപിച്ചു. കുട്ടികളെയെല്ലാം മുക്കുന്നത് ഏകാദശി ദിവസമാണെന്നും ഇത് ചില താന്ത്രിക പ്രവൃത്തികളുടെ ഭാഗമാകാമെന്നും ബന്ധുവായ സുരേന്ദ്ര പോലീസിനോട് പറഞ്ഞു. കുടുംബത്തിൽ തന്നേക്കാൾ സൗന്ദര്യമുള്ള സ്ത്രീകൾ വേണ്ടെന്ന ഒരു 32-കാരിയുടെ മാനസിക വിഭ്രാന്തിയാണ് 3 പെൺകുട്ടികളുടെയും 3 വയസ്സുണ്ടായിരുന്ന ഒരു ആൺകുട്ടിയുടെയും കൊലപാതകത്തിൽ കലാശിച്ചത്. എല്ലാവരുടെയും പ്രായം 10 വയസ്സിൽ താഴെ. കൊലപാതകങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നുറപ്പിക്കാനായിരുന്നു മകന്റെ ജീവനെടുത്തത്. 2023-നും 25-നും ഇടയിലായിരുന്നു കൊലപാതക പരമ്പര. ഇത് പോലീസിന്റെ ആദ്യഘട്ട വിലയിരുത്തലാണ്. പാനിപ്പത്ത് സൂപ്രണ്ടന്റ് ഭൂപേന്ദർ സിംഗാണ് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിവരിച്ചത്. वजह जो उसकी हत्या करने की है, इस और से कल से पूछताछ जो हम डिटेल में की है, यही इन्होंने बताया कि जो सुंदर बच्चियां हैं उनसे इसको नफरत सी है. इन्हें पहले और भी कई खुलासे हुए हैं. इसने और भी 3 बच्चों की हत्या की हुई है पीछे. कुछ तो 2 तो सोनीपत में ही, जहाँ भावड़ में जहाँ ब्याह हुई है, जहाँ की शादीशुदा है, वहाँ भी 2 बच्चों की इसने 2023 में 2 बच्चों की पानी के हौद में यूं डुबो के मार दिया था. കേട്ടുകേൾവിയില്ലാത്ത കൊലപാതക പരമ്പരയായതുകൊണ്ട് തന്നെ സംഭവവുമായി ബന്ധപ്പെട്ടുയരുന്ന ഒരുതരം അഭ്യൂഹങ്ങളെയും തള്ളിക്കളയാനാവില്ല. പൂനത്തിന്റെ അടുത്ത ബന്ധു കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് സംഘത്തെ കണ്ടിരിക്കുന്നു. നേരത്തെ തന്നെ പൂനത്തിന്റെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചിരുന്നതായും കുട്ടികളുടെ കൊലപാതകം ചില താന്ത്രിക പ്രയോഗങ്ങളുടെ ഭാഗമാണെന്നും സുരേന്ദ്ര പോലീസിനെ അറിയിച്ചു. ഏകാദശി ദിവസമാണ് എല്ലാ കുട്ടികളും കൊല്ലപ്പെട്ടത്. വെള്ളത്തിൽ മുക്കിയാണ് കുട്ടികളെ കൊന്നിരിക്കുന്നത്. ഏകാദശി എന്നാൽ ചന്ദ്രമാസത്തിന്റെ 11-ാം പക്കവുമായി ബന്ധപ്പെട്ട ഹിന്ദുമത വിശ്വാസത്തിൽപ്പെടുന്ന ആചാരമാണ്. ആത്മീയമായും മാനസികമായും വിഷ്ണു ഭഗവാനോട് അടുപ്പം പുലർത്താനുള്ള വ്രതാനുഷ്ഠാനമായി ഇതിനെ കണക്കാക്കുന്നു. എന്നാൽ കുട്ടികളുടെ കൊലപാതകങ്ങളും ആചാരാനുഷ്ഠാനവും തമ്മിൽ എന്ത് ബന്ധം? പോലീസ് വീണ്ടും കുഴഞ്ഞു. ഏതായാലും പൂനത്തിന്റെ ബന്ധു സുരേന്ദ്രയുടെ സംശയം തള്ളുന്നില്ലെന്നും എല്ലാ വശങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിനകം പൂനം ജനിച്ചു വളർന്ന പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സേവാഗ്രാമിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾ പരമാവധി പ്രതികരണങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നാട്ടിലൊരാൾക്കും പൂനം എന്ന ശാന്തശീലയായ മിടുക്കിയായ പെൺകുട്ടിയെക്കുറിച്ച് തരിമ്പ് പോലും മോശം അഭിപ്രായമില്ല. നിങ്ങൾ എത്ര തിരഞ്ഞാലും ഈ നാട്ടിലാരും ആ കുട്ടിയെക്കുറിച്ച് തെറ്റായി ഒന്നും പറയാൻ സാധ്യതയില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. കുട്ടികളെ വാത്സല്യത്തോടെ മാത്രം പരിചരിച്ചിട്ടുള്ളയാളാണ് മകളെന്ന് പൂനത്തിന്റെ അമ്മ സുനിതാദേവി പറയുന്നു. പൂനം ഇപ്പോൾ ഹരിയാനയിലെ സിവ ജയിലിലാണ്. അവൾ ഗർഭിണിയാണെന്ന വിവരവും പുറത്തുവരുന്നു. പൂനത്തിന്റെ ഭർത്താവ് ഇതുവരെ നിലവിലെ സംഭവങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.